കാണാം ഞാൻ എത്ര പൈസയാണ് എനിക്ക് ഓൾറെഡി ഇവിടുന്ന് എമൗണ്ട് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന് ലോ സിവിയറിറ്റി ബഗ്ഗാണ്. $420 അവർ പേ ചെയ്തിരിക്കുന്നത്. ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ഹാക്ക് ചെയ്ത് ലീഗലി പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? യെസ്, നിങ്ങൾക്ക് പറ്റും. അതിൻ്റെ പേരാണ് ബഗ് ബൗണ്ടി ഹണ്ടിങ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ബഗ് ബൗണ്ടി ഹണ്ടിങ് എന്താണ്, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഞാൻ ഈ ഒരു ബഗ് ബൗണ്ടി ഹണ്ടിങ് ചെയ്തിട്ട് എത്രമാത്രം പൈസയാണ് ഏൺ ചെയ്തത് എന്നുള്ള കാര്യമെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബഗ് ബൗണ്ടി ഹണ്ടിങ് റിലേറ്റഡ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യാം എന്നുള്ള കാര്യത്തിൻ്റെയൊക്കെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടും. ആൻഡ് നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, സോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, എങ്ങനെ ബഗ് ബൗണ്ടി തുടങ്ങാം, അതിനെപ്പറ്റി വീഡിയോ ചെയ്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് ബഗ് ബൗണ്ടി എന്താണ്, അതെങ്ങനെയാണ് അത് വർക്കാവുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ ഡയറക്റ്റ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഒരു വീഡിയോ ഇൻട്രൊഡക്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ബഗ് ബൗണ്ടി ഹണ്ടിങ്? എന്താണ് ബഗ് ബൗണ്ടി ഹണ്ടിങ്? ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അവർക്ക് ആ ഒരു കമ്പനിക്കുണ്ട്. സോ ആ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ഇൻറ്റേർണലായിട്ടൊരു സെക്യൂരിറ്റി ടീം ബിൽഡ് ചെയ്ത് അവർക്ക് ആ ഒരു ടീമിനുള്ള മെമ്പേഴ്സിനുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. സോ ആ ടൈമിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള പബ്ലിക്കലി ഇപ്പോൾ ഹാക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, അതുപോലെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഈ ഹാക്കിംഗ് ബഗ് ബൗണ്ടി തന്നെ ഫുൾ ടൈം ജോബായിട്ട് എടുത്ത് ചെയ്യുന്നവരുണ്ട്. സോ അവർക്കൊക്കെ പറയുകയാണ്, നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും വൾനറബിലിറ്റി കണ്ടുപിടിച്ച് ഫൈൻഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഞാൻ തരാം എന്നുള്ള രീതിയിൽ ആ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് ബഗ് ബൗണ്ടി ഹണ്ടിങ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ ബഗ് ബൗണ്ടി ഹണ്ടിങ് ചെയ്തു, ആ ഒരു ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻലി 3 തരത്തിലാണ് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിൻ്റെ ഫസ്റ്റ് റിവാർഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വാഗ് എന്ന് പറയും. അതുപോലെ നമുക്ക് ഈ ഗുഡീസ് ലൈക്ക് ബോട്ടിൽ, ടീഷർട്ട്, ഹുഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ റിവാർഡായിട്ട് അയച്ചു തരും. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഒരു റിവാർഡ്. നെക്സ്റ്റ് ഹോൾ ഓഫ് ഫെയിം എന്ന് പറയും. സോ മിക്ക കമ്പനിയും ഹോൾ ഓഫ് ഫെയിം കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ അവരുടെ വെബ്സൈറ്റിൽ സെക്യൂർ ആക്കിയത് നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് അവർ ആ ഒരു പേജിൽ ലിസ്റ്റ് ചെയ്യും. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ജോബിന് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രൂഫായിട്ട് കാണിക്കാനൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ആ ഒരു വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് മണി എന്ന് വെച്ചാൽ നമുക്ക് റിവാർഡായിട്ട് അവർ പൈസ തരും. അത് നമ്മുടെ സിവിയാരിറ്റി റിപ്പോർട്ട് ചെയ്യുന്ന വൾനറബിലിറ്റിയിൽ സിവിയാരിറ്റി അനുസരിച്ചായിരിക്കും റിവാർഡ് വരുന്നത്. ലോ സിവിയാരിറ്റി ആണെങ്കിൽ ഒരു എമൗണ്ട് അവർ പറഞ്ഞിരിക്കും, അതുപോലെ ഹൈ ആണെങ്കിൽ ആ ഒരു എമൗണ്ട് കിട്ടുന്ന എമൗണ്ടിൻ്റെ ഇത് കൂടും. ആ ഒരു രീതിയിലാണ് നമുക്ക് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സോ നമുക്ക് തേർഡായിട്ട് നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ടാണ്, ഓക്കെ ശരി ഇതൊക്കെ നമുക്കറിയാം, ബഗ് ബൗണ്ടി ഒരു വൾനറബിലിറ്റിയൊക്കെ ഫൈൻഡ് ചെയ്തു, നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഓക്കെ, അതിനായിട്ട് മെയിൻലി ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന 3 പ്ലാറ്റ്ഫോംസാണ് ഇന്റഗ്രിറ്റി, HackerOne ആൻഡ് ബഗ്ക്രൗഡ്. ഈ ഒരു 3 പ്ലാറ്റ്ഫോമിൽ ഓരോ പ്രോഗ്രാംസ് അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കും. നമുക്കിഷ്ടമുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ലോഗിൻ ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവർ തന്നിരിക്കുന്ന പ്രോഗ്രാം ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതിനെ നമുക്ക് സെലക്ട് ചെയ്ത് അതിൽ വൾനറബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ പ്ലാറ്റ്ഫോം ത്രൂ. നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ അവർ ഡയറക്റ്റ് ഇട്ടേക്കും. എന്നുവെച്ചാൽ ആ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് നമുക്ക്. സോ നിങ്ങൾ ആ ഒരു വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു ഫോം കണക്ക് കൊടുത്തിരിക്കും. ആ ഫോമിൽ നമ്മൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമെയിൽ ID തന്നിരിക്കും, അതിൽ ഈ ഒരു റിപ്പോർട്ട് അയക്കണം. സോ ഈ ഒരു തരത്തിലാണ് മെയിൻലി ഇപ്പോൾ നമ്മൾ ഈ ഒരു വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്താൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലാറ്റ്ഫോം ത്രൂ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നമുക്ക് കിട്ടുമെന്ന് 100% ഉറപ്പാണ്. കാര്യം നമ്മൾ ഒരു തേർഡ് പാർട്ടി ത്രൂ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അവർ തമ്മിൽ ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ പ്രോപ്പറായിട്ട് തന്നെ റിവാർഡ് തരും. പക്ഷേ ഇപ്പോൾ സെൽഫ് ഹോസ്റ്റ് ആയിട്ട് അവർ ഇമെയിൽ ID തന്നിട്ട് അതിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കിട്ടും എന്ന് പറയുമ്പോൾ നമുക്കതൊരു 50-50 ചാൻസാണ്. അവർ തന്നാൽ തന്നു, ഇല്ലെങ്കിൽ ഇല്ല, ആ ഒരു ടൈപ്പാണ്.
സോ ഇപ്പോൾ നിങ്ങൾക്ക് ബഗ് ബൗണ്ടി എന്താണ്, അതുപോലെ നിങ്ങൾക്ക് എന്താണ് റിവാർഡായിട്ട് കിട്ടുന്നത്, അതുപോലെ ഏതൊക്കെയാണ് പ്ലാറ്റ്ഫോം, എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സോ നമുക്കിനി ഓരോ പ്ലാറ്റ്ഫോം ത്രൂ നമുക്ക് നോക്കാം. അതുപോലെ ലാസ്റ്റ് ഞാൻ എൻ്റെ റിവാർഡ്, എനിക്ക് ഈ ഒരു എൻ്റെ കോളേജ് ടൈമിൽ ഞാൻ ഫ്രീലാൻസായിട്ട് ബഗ് ബൗണ്ടി ചെയ്ത് എത്രമാത്രം പൈസയാണ് ഏൺ ചെയ്തത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമ്മുടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഇൻറ്റഗ്രിറ്റി. സോ integrity.com എന്ന് പറഞ്ഞിട്ട് ആ ഒരു സൈറ്റിൽ പോയിട്ട് നിങ്ങളൊരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഓരോ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ആ ഒരു റിവാർഡ് ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ലോ സിവിയാരിറ്റി വൾണറബിലിറ്റിക്ക് തന്നെ ഒരു $200 യൂറോ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ യൂറോ ടു INR സെർച്ച് ചെയ്യുന്ന ടൈമിൽ സോ €1 തന്നെ 90 ഇന്ത്യൻ റുപ്പീസാണ്. സോ നമ്മൾ €200 ആകുമ്പോൾ തന്നെ എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കിയേ, 18,000 രൂപയാണ് ഒരു ലോ സിവിയാരിറ്റി വൾണറബിലിറ്റിക്ക് ഈ ഒരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ എത്രത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്ത സബ്മിഷൻ എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് ഇത് ബഗ് ബൗണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ സെലക്ട് ചെയ്ത പ്രോഗ്രാം ആണെങ്കിൽ ജസ്റ്റ് താഴോട്ട് പോകുമ്പോൾ ഇവിടെ അവർ സ്കോപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ ഈ ഒരു URL നിങ്ങൾ ഹാക്ക് ചെയ്യേണ്ടത്. ഈ ഒരു URL വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യം. അതുപോലെ ഇവിടെ ഔട്ടോ സ്കോപ്പ് എന്നും പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. ഔട്ടോ സ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു URL വൾണറബിലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു ഔട്ടോ സ്കോപ്പ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. സോ ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം ഉടനെ തന്നെ. സോ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ്. സോ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സോ സിമ്പിളാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞിരിക്കുന്ന സൈറ്റിൽ വൾണറബിലിറ്റി കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ക്രിയേറ്റ് സബ്മിഷൻ കൊടുക്കുക. ക്രിയേറ്റ് സബ്മിഷൻ കൊടുത്തിട്ട് ആ ഒരു വൾണറബിലിറ്റിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ അത്രേ ഉള്ളൂ. ഇത് ഇത്രയും കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഓരോ ഡീറ്റെയിൽസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതുപോലെ നിങ്ങൾക്ക് വീഡിയോ POC കാര്യങ്ങളൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് അവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, റെക്കമെൻഡേഷൻ എന്താണ്, കാര്യങ്ങളൊക്കെ കൊടുത്ത് ജസ്റ്റ് സബ്മിറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ആകും. സോ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്ത വൾണറബിലിറ്റിയെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ പ്രോഗ്രാമിൽ. സോ നെക്സ്റ്റ് പ്ലാറ്റ്ഫോമാണ് ബക്ക്ക്രൗഡ്. ഓക്കെ, ഇതും സെയിം ആണ്. നിങ്ങൾ ഇവിടെ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഡിസ്കവറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. സോ ഡിസ്കവറി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ പോകുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. സോ ഇത് ഇത്രയും ആ ഒരു പ്ലാറ്റ്ഫോമിൽ ആ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് സിമിലർ ആയിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫൈൻഡ് ചെയ്ത വൾണറബിലിറ്റിയും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഹാക്കർ വണ്ണും ഇതുപോലെ തന്നെയാണ്. ജസ്റ്റ് ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം പ്രോഗ്രാം ഇവിടെ ഓപ്പർച്യൂണിറ്റീസിൽ ഓൾ പ്രോഗ്രാംസ് എടുക്കുന്ന ടൈമിൽ ഈ ഒരു ഹാക്കർ വണ്ണിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇവിടെ നെറ്റ്ഫ്ലിക്സ്, സൊമാറ്റോ എല്ലാ കമ്പനീസും ഇവിടെ ലിസ്റ്റ് ആകും. സോ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അതിലെ വൾണറബിലിറ്റീസും കാര്യങ്ങളും ഫൈൻഡ് ചെയ്ത് ഹാക്ക് ചെയ്ത് ആ ഒരു വൾണറബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ അവർ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും മനസ്സിലാക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, ഹാക്കർ വണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത വൾണറബിലിറ്റിയുടെ ആ ഒരു അവരെങ്ങനെയാണ് ഫൈൻഡ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, സോ ഇത് IBB എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിൽ റിപ്പോർട്ട് ചെയ്ത ബഗ്ഗാണ്. അതിന് ലോ സിവിയാരിറ്റി ബഗ്ഗാണ്. $420 ആണ് അവർ പേ ചെയ്തിരിക്കുന്നത്. ആൻഡ് സെയിം പ്രോഗ്രാം തന്നെ പാത്രാവസൽ എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി പാത്രാവസലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് കണ്ടു നോക്കുക. ആ ഒരു വൾണറബിലിറ്റി റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ എമൗണ്ടാണ് $2,430. സോ ഡോളർ ടു INR കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 2,430 നോക്കുമ്പോൾ ഇവിടെ കാണാം 2,00,000 സംതിങ് എമൗണ്ട് ഉണ്ട്. 2,02,899 റുപ്പീസ് അടുപ്പിച്ച് ആ ഒരു വൾണറബിലിറ്റിക്ക് ആ ഒരാൾക്ക് പേ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തുമാത്രം പൈസ ഈ ബഗ് ബൗണ്ടി ചെയ്ത് മാത്രം ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ആൻഡ് ഇത് മാത്രം അവർ കരിയറായിട്ട് എടുത്ത് ചെയ്യുന്നവർ വരെ ഉണ്ട്. ഓക്കെ, സോ അവർ ജോലിക്കൊന്നും പോകാതെ ബഗ് ബൗണ്ടി ഹണ്ടിങ് ഫ്രീലാൻസ് ആയിട്ട് ചെയ്ത് മന്ത്ലി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഇറ്റ്സ് ടൈം ടു റിവീൽ മൈ ഏണിങ്സ്. സോ ഞാൻ ബഗ് ബൗണ്ടി ഹണ്ടിങ് ചെയ്തിട്ട് എൻ്റെ കോളേജ് ടൈമിൽ ഫ്രീലാൻസ് ആയിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം, എന്ന് വെച്ചാൽ വല്ലപ്പോഴും 1-2 ബഗ് മാത്രം റിപ്പോർട്ട് ചെയ്ത് ഞാൻ എത്രമാത്രം പൈസയാണ് ഏൺ ചെയ്തതെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതെൻ്റെ ഇൻറ്റഗ്രിറ്റിയുടെ അക്കൗണ്ടാണ്. ഞാൻ മെയിൻലി ഇൻറ്റഗ്രിറ്റിയാണ് കൂടുതൽ ഹാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ബഗ് ക്രൗഡിൽ 1-2 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഹണ്ട് ചെയ്തിട്ടുള്ളത് ഇൻറ്റഗ്രിറ്റിയിലാണ്. സോ ഇവിടെ ഞാൻ പേ ഔട്ട് സെക്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ എത്ര പൈസയാണ് എനിക്ക് ഓൾറെഡി ഇവിടെ നിന്ന് എമൗണ്ട് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. 1700 യൂറോ ആണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് 1 lakh സംതിങ് അടുപ്പിച്ചിട്ട് എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ 1,82,000 അടുപ്പിച്ച് ഞാൻ കോളേജ് പഠിച്ചിരുന്ന ടൈമിൽ ബഗ് ബൗണ്ടി ഹണ്ടിങ് ഫ്രീ ടൈമിൽ മാത്രം ചെയ്ത് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. പിന്നെ കുറച്ച് എഫോർട്ടും കാര്യങ്ങളൊക്കെ ഇടേണ്ടി വരും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് ബഗ് ബൗണ്ടി ഹണ്ടിങ്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഞാൻ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് തന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഒരു സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഒരു 1 hour കവർ ചെയ്യുന്ന രീതിയിലോ വല്ലതും ഞാൻ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിലിടാം. ബട്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കോ എന്തെങ്കിലും വരുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഈ ഒരു സീരീസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് സീരീസ് ഓൺ ഗോയിങ് ആണ്. സോ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബെൽ ബട്ടണൊക്കെ ഓണാക്കി, അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലുമൊക്കെ സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ.